ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ബെനിഫിറ്റും റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും പിന്നെ കണ്ടൻറ്റായിട്ട് അതിൻ്റെ യൂസർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്തെടുത്ത് ഇപ്പോൾ നിലവിൽ 7 ക്രെഡിറ്റ് കാർഡിൽ എത്തി നിൽക്കുകയാണ്. എനിക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ എണ്ണം കുറച്ച് നിർത്താനാണ് എപ്പോഴും താല്പര്യം. പല വീഡിയോകളിൽ ഞാനത് പറയാറുണ്ട്. ഞാൻ ഇപ്പോൾ നിലവിൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് 5 കാർഡ് എന്നുള്ള ലിമിറ്റിൽ കീപ്പ് ചെയ്യാനായിട്ടായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ എത്തി നിൽക്കുന്നത് 7 കാർഡിലാണ്. ഈ ഒരു 7 കാർഡിൽ 4 എണ്ണം ലൈഫ് ടൈം ഫ്രീ ആണ്, 3 എണ്ണം ചാർജബിൾ ആണ്. കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് എൻ്റെ ആദ്യത്തെ കാർഡ്, അതായത് HDFC ബാങ്കിൻ്റെ ബിസിനസ് റിഗാലിയ കാർഡ്. അത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്, ഹയർ ലിമിറ്റുള്ള ഒരു കാർഡാണ്. പിന്നെ HDFCയിലെ തന്നെ ടാറ്റ ന്യൂ ഇൻഫിനിറ്റി വേരിയൻ്റ് കാർഡ്, ഷെയർഡ് ലിമിറ്റാണ്, അതും ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പിന്നെ വരുന്നത് കിവി കാർഡാണ്, അത് മർച്ചൻ്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു, അത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്ലൈസിൻ്റെ റുപ്പേ വേരിയൻ്റ് കാർഡാണ്, അതും ഞാൻ മർച്ചൻ്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ടൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതും ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. നെക്സ്റ്റ് വരുന്നത് SBI ക്യാഷ് ബാക്ക് കാർഡാണ്, അത് ചാർജബിളാണ്, 999 രൂപ പ്ലസ് GST ആണ് അതിൻ്റെ ആനുവൽ ഫീസ് വരുന്നത്. പിന്നെ ഈയിടയ്ക്കടുത്ത് ആക്സിസ് ബാങ്കിൻ്റെ ഹൊറൈസൺ കാർഡ്, അത് 3000 രൂപ പ്ലസ് GST ആണ് അതിൻ്റെ ആനുവൽ ചാർജ് വരുന്നത്. അത് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും ലഭ്യമല്ല. പിന്നെ ഇപ്പോൾ നിലവിൽ പുതിയതായിട്ട് എടുത്ത ഫോൺ പേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക് കാർഡാണ്, അതും ലൈഫ് ടൈം ഫ്രീ ഒന്നുമല്ല, അതിൻ്റെ ആനുവൽ ചാർജ് വരുന്നത് 1499 രൂപ പ്ലസ് GST ആണ്. അപ്പോൾ മൊത്തം ഇങ്ങനെ 7 കാർഡാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു 2 കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് ChatGPTയോട് ചോദിച്ചു നോക്കാം. ഈ ഒരു 7 കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ChatGPT സജസ്റ്റ് ചെയ്യുന്ന 2 കാർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ക്ലോസ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന 2 കാർഡ് ഏതാണെന്ന് നോക്കാം. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. സോ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ നിലവിൽ 7 കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ കാർഡ് വേരിയൻറ്റിൻ്റെ നെയിമും അതുപോലെ തന്നെ അത് ലൈഫ് ടൈം ഫ്രീ ആണോ, അതുപോലെ തന്നെ ആനുവൽ ചാർജ് വരുന്നുണ്ടെങ്കിൽ ആനുവൽ ചാർജ് എത്രയാണെന്ന് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലിമിറ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ChatGPT കമ്പാരിസണും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ പ്രീവിയസ്ലി കൊടുത്ത ഇൻപുട്ട് ChatGPT സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ ഓരോ കാർഡിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ChatGPTക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു പുതിയ ചാറ്റിൽ ലിമിറ്റ് ഞാൻ കൊടുത്തില്ലെങ്കിലും അത് വെച്ചുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ ChatGPT പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ 5 കാർഡിനെ പറ്റിയുള്ള അഭിപ്രായം ChatGPT പറഞ്ഞു. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് HDFC ബാങ്കിൻ്റെ ബിസിനസ് റിഗാലിയ വേരിയൻ്റ് കാർഡ്, ആ ഒരു കാർഡ് കീപ്പ് ചെയ്യാനായിട്ടാണ് ChatGPT പറഞ്ഞത്. കാരണമായിട്ട് പറയുന്നത് ഹയർ ലിമിറ്റാണ്. കാരണം എൻ്റെ കയ്യിലുള്ള കാർഡുകളിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും ഹയർ ലിമിറ്റുള്ള കാർഡ് അതാണ്. അതേപോലെ തന്നെ അത് ഒരു പ്രീമിയം വേരിയൻ്റ് കാർഡാണ്, ലൈഫ് ടൈം ഫ്രീ കാർഡാണ്, എൻ്റെ ആദ്യത്തെ കാർഡാണ്, 2019 തൊട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ അത് കീപ്പ് ചെയ്യാനായിട്ടാണ് ChatGPT പറയുന്നത്. പ്രത്യേകിച്ച് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. രണ്ടാമത്തേത് ടാറ്റ ന്യൂ ഇൻഫിനിറ്റി വേരിയൻ്റ് കാർഡാണ്, അതും ലൈഫ് ടൈം ഫ്രീ വേരിയൻ്റ് കാർഡ് ആയതിനാൽ കീപ്പ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. റീസൺ ആയിട്ട് പറയുന്നത് എക്സലൻറ്റ് ഫോർ UPI പേയ്മെൻറ്റ്. പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അതിനേക്കാൾ UPI പേയ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് വരുന്ന കാർഡിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. സോ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ടാറ്റ എക്കോ സിസ്റ്റം അത് ഓക്കെയാണ്. ടാറ്റ എക്കോ സിസ്റ്റത്തിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അപ് ടു 10% വരെ ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ലോഞ്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഇപ്പോൾ നിലവിൽ ആപ്ലിക്കബിൾ ആണ്. സോ അതിനും പ്രത്യേകിച്ച് വലിയൊരു പ്രസക്തി ഇല്ല. പക്ഷേ ടാറ്റ ബ്രാൻഡ്സിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ 10% ബെനിഫിറ്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. ഇൻക്ലൂഡിങ് എയർ ഇന്ത്യ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു ബെനിഫിറ്റ് നേടാം. ലൈഫ് ടൈം ഫ്രീ കാർഡാണ്, അപ്പോൾ അതും കീപ്പ് ചെയ്യാനായിട്ടാണ് ChatGPT പറയുന്നത്. പിന്നെ വരുന്നത് കിവി കാർഡാണ്, യെസ് ബാങ്കിൻ്റെ ക്ലിക്ക് കാർഡാണ്, അതും കീപ്പ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ലൈഫ് ടൈം ഫ്രീ കാർഡാണ്, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ലിമിറ്റ് ഉണ്ട്. മർച്ചൻ്റ് UPI പേയ്മെൻറ്റിന് അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കീപ്പ് ചെയ്യാനായിട്ട് പറയുന്നു. പിന്നെ സ്ലൈസ് റുപ്പേ കാർഡ് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്, അതും കീപ്പ് ചെയ്യാനായിട്ടാണ് ChatGPT പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പിന്നെ പല മർച്ചൻസിൽ നമുക്ക് സ്പാർക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം വഴി എല്ലാ വീക്കിലും അത്യാവശ്യം നല്ല റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യം റിവാർഡ് ബെനിഫിറ്റ് 1%, പിന്നെ അത് 1.5% ആകും. 5 ലക്ഷം രൂപ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2% ബെനിഫിറ്റിലേക്ക് ഈ ഒരു കാർഡ് വരും. അങ്ങനെ ആ ഒരു ബെനിഫിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മർച്ചൻ്റ് UPI പേയ്മെൻറ്റ്, അതുപോലെ തന്നെ കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന കംപ്ലീറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ്, കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഓഫ്ലൈൻ സ്വൈപ്പ് പേയ്മെൻറ്റ് എല്ലാത്തിനും നമുക്ക് 2% ബെനിഫിറ്റ് കിട്ടും. സോ അത് നല്ല വെറുത്താറുള്ളൊരു വാല്യൂ ബാക്ക് ആണ്. പക്ഷേ 5 ലക്ഷം റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടും. മോണീസ് എന്ന് പറയുന്നത് 5 ലക്ഷം മോണീസ് നമ്മൾ കീപ്പ് ചെയ്യണം. അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ റിവാർഡ് ബെനിഫിറ്റും 2% നിന്നും 1.5 കുറയും. സോ 5 ലക്ഷം നമ്മൾ ബേസായിട്ട് കിട്ടുന്ന
റിവാർഡ് പോയിന്റ് നമ്മൾ കീപ്പ് ചെയ്യണം. അതിന് മുകളിൽ വരുന്ന റിവാർഡ് പോയിന്റ് നമുക്ക് റിഡീം ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് നമ്മൾ 5 ലക്ഷം രൂപ ആവറേജ് മന്ത്ലി ബാലൻസിങ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3% റിവാർഡ് ബെനിഫിറ്റിലേക്ക് എത്താനായിട്ട് പറ്റും. പക്ഷേ 2% ബെനിഫിറ്റ് കിട്ടിയാൽ തന്നെ ഈ ഒരു കാർഡ് ബെറ്റർ ആണ്. സോ ആ ഒരു കാർഡും കീപ്പ് ചെയ്യാനായിട്ടാണ് ChatGPT പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആക്സിസ് ബാങ്കിന്റെ ഹൊറൈസൺ കാർഡാണ്. അത് ക്ലോസ് ചെയ്യാനായിട്ടാണ് ChatGPT സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. റീസൺ ആയിട്ട് പറയുന്നത് ഹൈ ആനുവൽ ഫീസ് ആണ്. എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ആനുവൽ ഫീസ് ഉള്ള ഒരു കാർഡാണ്. അതിന് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ChatGPT പറയുന്നത്. 3000 രൂപ പ്ലസ് GST ആണ് അതിൻ്റെ ആനുവൽ ചാർജ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന SBI ക്യാഷ് ബാക്ക് കാർഡാണ്. 999 രൂപ പ്ലസ് GST ആണ് അതിൻ്റെ ആനുവൽ ചാർജ് വരുന്നത്. അത് ഡിപ്പെൻഡ്സ് ആണ്, വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് ChatGPT സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് 5% ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ബെസ്റ്റ് ക്യാഷ് ബാക്ക് കാർഡ് എന്ന രീതിയിൽ ക്ലോസ് ചെയ്യണമെന്നും പറയുന്നില്ല, ക്ലോസ് ചെയ്യേണ്ടെന്നും പറയുന്നില്ല. നമ്മുടെ ഉപയോഗം അനുസരിച്ച് ഡിസൈഡ് ചെയ്യാനാണ് ChatGPT സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് SBI കാർഡിൻ്റെ പുതുതായിട്ടെടുത്ത ഒരു ബ്ലാക്ക് കാർഡ് അത് കീപ്പ് ചെയ്യാനായിട്ടാണ് ChatGPT പറഞ്ഞിരിക്കുന്നത്. 1500 രൂപ പ്ലസ് GST ആണ് അതിൻ്റെ ആനുവൽ ഫീസ് വരുന്നത്. ഫോൺ പേ വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ, ട്രാവൽ ബുക്കിംഗുകൾ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, ഇൻഷുറൻസ് പേയ്മെന്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ഫോൺ പേ ഇൻസൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു റിവാർഡ് ബെനിഫിറ്റ് 10% ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും. സോ ആ ഒരു കാർഡ് കീപ്പ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്ലോസിംഗ് റെക്കമെൻഡേഷനായിട്ട് ChatGPT പറഞ്ഞത് ഒന്ന് ആക്സിസ് ബാങ്കിന്റെ ഹൊറൈസൺ കാർഡാണ്, മറ്റൊന്ന് SBI ക്യാഷ് ബാക്ക് കാർഡാണ്. SBI ക്യാഷ് ബാക്ക് കാർഡ് ഡൗട്ട്ഫുൾ ആണ്, ഡിപ്പെൻഡ്സ് എന്ന രീതിയിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ ChatGPT പറഞ്ഞിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിൻ്റെ ഹൊറൈസൺ ക്ലോസ് ചെയ്യാനായിട്ട് ChatGPT പറഞ്ഞത് റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ ക്രെഡിറ്റ് കാർഡ് പോർട്ട്ഫോളിയോയിൽ ഏറ്റവും ഉയർന്ന ആനുവൽ ചാർജ് വരുന്ന ഒരു കാർഡാണ്. GST ഉൾപ്പെടെ ആനുവൽ ചാർജ് 3540 രൂപ വരും. സോ 3540 രൂപക്ക് മുകളിൽ എനിക്കൊരു കാർഡ് ഉപയോഗിച്ച് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. പക്ഷേ നമുക്ക് റിന്യൂവൽ ബെനിഫിറ്റ് ആയിട്ട് 2000 റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടും. പിന്നെ വരുന്ന 1540 രൂപയാണ്. സോ 1540 രൂപ ബെനിഫിറ്റ് ഒരു കാർഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ബേസിക്കലി ഉപയോഗമില്ലാത്ത കാർഡ് വെറുതെ കീപ്പ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കും ഉപയോഗമില്ലാത്ത, അതായത് കുറച്ച് നാളുകളായിട്ട് ആ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ചാർജുള്ള കാർഡാണെങ്കിൽ. പിന്നെ മറ്റൊരു റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാർഡിൻ്റെ ട്രാവൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ് മറ്റു പല കാർഡുകളുമായിട്ട് മാച്ച് ആകുന്നുണ്ട്, റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഒക്കെ ആണെങ്കിൽ എൻ്റെ കയ്യിലുള്ള മറ്റു പല കാർഡിലും ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ട്രാവൽ ബെനിഫിറ്റ് ആണ്. 5% ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ഫോൺ പേ കാർഡിലൊക്കെ ആണെങ്കിലും 5% ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്ത മറ്റൊരു കാർഡ് SBI ക്യാഷ് ബാക്ക് കാർഡാണ്. പക്ഷേ നോർമലി ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഇത് ഇന്ത്യയിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാഷ് ബാക്ക് കാർഡാണ്. പക്ഷേ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഫോൺ പേ SBI ബ്ലാക്ക് കാർഡുണ്ട്, ടാറ്റാനോ ഇൻഫിനിറ്റി വേരിയന്റ് കാർഡുണ്ട്, കിവി കാർഡുണ്ട്, സ്ലൈസ് കാർഡുണ്ട്. സോ ഈ കാർഡുകളുടെ ഫീച്ചറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു SBI ക്യാഷ് ബാക്ക് കാർഡിന്റെ പല ഫീച്ചറുകളും ഓവർലാപ്പ് ആകുന്നുണ്ടെന്ന് ഒരു ChatGPT പറയുന്നുണ്ട്. ഓൺലൈൻ സ്പെൻഡിങ്ങിനാണ് ഈ ഒരു SBI ക്യാഷ് ബാക്ക് കാർഡ് ബെറ്റർ ആയിട്ടുള്ളത്. 5% ബെനിഫിറ്റ് അപ് ടു 2000 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. ആ ഒരു 5% ബെനിഫിറ്റ് ഇപ്പം നിലവിൽ ഈ ഒരു ഫോൺ പേയുടെ പുതിയ SBI ബ്ലാക്ക് കാർഡിൽ കിട്ടുന്നുണ്ട്. 1000 റിവാർഡ് പോയിന്റ് വരെ മാത്രമേ കിട്ടൂ. പക്ഷേ 20,000 രൂപയിൽ താഴെയാണ് നിങ്ങളുടെ ഓൺലൈൻ സ്പെൻഡിങ് എങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ടാറ്റ ബ്രാൻഡ്സിലാണെങ്കിൽ നമുക്ക് ടാറ്റയുടെ എക്കോസിസ്റ്റം വഴി ഉപയോഗിക്കുന്ന സമയത്ത് അപ് ടു 10% ബെനിഫിറ്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് SBI ക്യാഷ് ബാക്ക് കാർഡ് 1% ബെനിഫിറ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള മറ്റു പല കാർഡും അതിനേക്കാൾ കൂടുതൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കിവി കാർഡ് ആണെങ്കിൽ 2% മർച്ചന്റ് UPI പേയ്മെന്റിന് കിട്ടും. ടാറ്റാനോ ഇൻഫിനിറ്റി വേരിയന്റ് കാർഡ് ആണെങ്കിൽ 1.5% ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇപ്പോൾ പുതുതായിട്ടെടുത്ത ഫോൺ പേ കാർഡ് ആണെങ്കിൽ അതിൻ്റെ അകത്തും 1% ബെനിഫിറ്റ് ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലൈസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ 4.5 ലക്ഷം മോണീസായി, 5 ലക്ഷം മോണീസ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് 2% ബേസ് റിവാർഡ് ബെനിഫിറ്റിലേക്ക് പോകാനും, അതായത് സ്ലൈസിൻ്റെ കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഓഫ്ലൈൻ സ്പെൻഡിങ്ങിനും 2% ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും. സോ SBI ക്യാഷ് ബാക്ക് കാർഡിൽ കിട്ടുന്ന പല ഫീച്ചേഴ്സും മറ്റു പല കാർഡുകൾ വഴി റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ChatGPT പറഞ്ഞത് HDFC ബിസിനസ് റിഗാലിയ കാർഡ്, ടാറ്റാനോ ഇൻഫിനിറ്റി വേരിയന്റ് കാർഡ്, കിവി കാർഡ്, സ്ലൈസ് കാർഡ്, ഫോൺ പേ SBI ബ്ലാക്ക് കാർഡ് ഇത്രയും കീപ്പ് ചെയ്യാനായിട്ടാണ്. ഇതിൽ 4 ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പിന്നെ ഫോൺ പേ SBI ബ്ലാക്ക് കാർഡ് മാത്രമാണ് ചാർജബിൾ ആയിട്ട് വരിക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ChatGPT ചോദിച്ചിട്ടുണ്ട്. ഓൺലൈൻ സ്പെൻഡ് ഒരു മാസം 15,000 രൂപയിൽ താഴെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 15,000 രൂപയിൽ താഴെയാണെങ്കിൽ SBI ക്യാഷ് ബാക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 20,000 രൂപയിൽ താഴെയാണ് വരുന്നതെങ്കിൽ ഓൾറെഡി 5% ബെനിഫിറ്റ് മിക്ക മർച്ചൻസിലും ഈ ഒരു ഫോൺ പേയുടെ SBI ബ്ലാക്ക് കാർഡ് വഴി നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. 20,000 രൂപക്ക് മുകളിൽ വരുന്നുണ്ടെങ്കിൽ അപ് ടു 40,000 രൂപ വരെയുള്ള ഓൺലൈൻ സ്പെൻഡിങ്ങിന്റെ ബെനിഫിറ്റ് SBI ക്യാഷ് ബാക്ക് കാർഡിൽ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. മാത്രമല്ല അത്രയും സ്പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് തന്നെ ആ ഒരു കാർഡ് ഉപയോഗിച്ച് നേടാം. സോ
999 രൂപ പ്ലസ് GST റിന്യൂവൽ ഫീസ് കൊടുത്താലും അത് വെർത്താണ്. സോ ChatGPT-യോട് സജഷൻ ചോദിച്ചപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ് പോർട്ട്ഫോളിയോയിൽ SBI ക്യാഷ് ബാക്ക് കാർഡും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഹൊറൈസൺ കാർഡും ക്ലോസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ChatGPT ബ്ലൈൻഡ് ആയിട്ട് ഈ 2 കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് പറഞ്ഞുവെങ്കിലും നമ്മൾ പേഴ്സണലി നമ്മളും അനലൈസ് ചെയ്യണം. കാരണം നമ്മുടെ ഉപയോഗവും കാര്യങ്ങളൊന്നും ChatGPT-ക്ക് അറിയില്ല. അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കണം. ഒരു മാസം ഇന്ന കാറ്റഗറിയിൽ ഇത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതർവൈസ് നമ്മളുടെ സ്പെൻഡിങ് നമുക്ക് മാത്രമേ അറിയൂ. സോ അതനുസരിച്ച് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിൻ്റെ അകത്ത് എൻ്റെ സ്പെൻഡ് വെച്ച് എനിക്കിതിൽ ഏത് കാർഡാണ് ക്ലോസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാം. ജസ്റ്റ് ChatGPT എന്താണ് പറയുന്നത് അറിയാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സോ 2 കാർഡ് എന്തായാലും ക്ലോസ് ചെയ്യണം. അതിനെപ്പറ്റി വരുന്ന ആ വീഡിയോകളിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി